ഇപ്പോഴത്തെ ജീവിതവും കാര്യങ്ങളും ഭയങ്കര ഡേഞ്ചറാണ്. ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സുധിയുടെ മുൻ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന നടി വീണ എസ് പിള്ള രംഗത്ത്. താനും സുധിയും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് തങ്ങളുടെ കുടുംബം തകർത്തവളാണ് രേണു എന്ന് വീണ പറയുന്നു. രേണുവിൻ്റെ അച്ഛനായ തങ്കച്ചൻ സുധിക്കൊരു സമാധാനവും കൊടുക്കാതിരുന്ന വ്യക്തിയാണെന്നും സുധി മരിക്കുന്നതിന് മുൻപ് തന്നെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നും അതിനെല്ലാം ഭർത്താവും സാക്ഷിയായിരുന്നുവെന്നും വീണ പറയുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായും പോസിറ്റീവായിട്ടും വരുമെന്നും എനിക്കറിയാം. തമാശ പറയാനായി വന്നതല്ല. എൻ്റെ പേര് വീണ എസ് പിള്ള. ഇതുവരെ എൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കൊല്ലം സുധിയും ഞാനും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ കൊല്ലം സുധിയുടെ മുൻ ഭാര്യയാണ്. ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ രേണു സുധി എന്ന വ്യക്തി ലോക ഫ്രോഡാണ്. സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. സുധിയോട് അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അന്ന് വളരെ മാന്യമായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത്. പക്ഷേ അവൾ 2 ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടു. ഞാൻ അവൾക്ക് മെസ്സേജിൽ കുണുകുണ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നുവെന്ന്, എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല എന്ന്. അത് പച്ചക്കള്ളമാണ്. അവൾക്ക് എന്നെ നന്നായി അറിയാം. അവൾ കള്ളൻ പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഇവൾ പറയുന്ന കാര്യമൊന്നും ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത്. അവൾക്ക് ആരോടും കടപ്പാടില്ല. പിന്നെ അവൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം കിച്ചു കാരണം നശിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം. എന്നെ മൈൻഡ് ചെയ്യാറില്ല. സുധി ഫ്രീ ആകുമ്പോഴെല്ലാം കിച്ചുവിൻ്റെ പിന്നാലെയാണ് എന്നെല്ലാം പറഞ്ഞ് കിച്ചുവിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചു. ഇതൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ സുധിയുമായി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഈ രേണു സുധിക്ക് മെസ്സേജ് അയക്കുകയും അത് ഞാൻ കാണാനിടയാവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ അതിൻ്റെ അടുത്ത വർഷം വേർപിരിഞ്ഞതും. അന്നേ സുധി എൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മരിച്ച ആളാണ്.